ഒന്ന് വെച്ച് കഴിഞ്ഞാൽ BE6, മറ്റേത് XEV9. അതായത് ഒരു ഇലക്ട്രിക് കാർ ഡ്രിഫ്റ്റ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന അപ്പോഴാണ്. പിന്നെ ഇതേ ജസ്റ്റ് ഡ്രൈവിലേക്ക് അപ്ലൈ ചെയ്യണം കേട്ടോ. നോക്കി, വളരെ സിമ്പിളായിട്ട് നല്ല രസമുണ്ട്. ഒരു ഷിഫ്റ്റിംഗ് ഒക്കെ ഭയങ്കര രസമാണ്. നമുക്ക് എന്തായാലും ഡ്രൈവ് എടുക്കാം. അപ്പോൾ BE6 ആയിട്ട് നോക്കുമ്പോഴത്തേക്കും ഒന്ന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും BE6 കുറച്ചുകൂടെ ഒരു സ്പോർട്ടി കാറാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ഒരു ലക്ഷറിയസ് കാറാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ ഞാൻ ലോഞ്ച് ചെയ്തപ്പോൾ മുതലേ ഡ്രൈവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാറാണ് കേട്ടോ. മഹീന്ദ്രയുടെ സൈഡിൽ നിന്നുള്ള ഏറ്റവും പുതിയ ഇലക്ട്രിക് കാറുകൾ. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ BE6, മറ്റേത് XEV9. രണ്ട് മോഡൽസും ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്ത് വന്നു. ആദ്യം നമുക്ക് BE6നെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വെഹിക്കിൾ ലോഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ചായി. ഇപ്പം ഡ്രൈവ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹിച്ചിരുന്നു. കാരണം ഇതിൻ്റെ മീഡിയ ഡ്രൈവ് നടക്കുന്ന സമയത്ത് ഈ ഒരു വെഹിക്കിളിലെ ഇലക്ട്രിക് കാർ വെച്ചിട്ടുള്ള ടെസ്റ്റുകൾ ലൈവായിട്ടാണ് നമ്മുടെ മീഡിയ പേഴ്സൺസിനെ ഒക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. അതായത് പല ടൈപ്പ് ഓഫ് ബാറ്ററി ടെസ്റ്റുകൾ, അല്ലെങ്കിൽ വെഹിക്കിളിലെ ക്രാഷ് ടെസ്റ്റ്, ഹീറ്റ് ടെസ്റ്റ്, സസ്പെൻഷൻ്റെ ടെസ്റ്റ്, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ടെസ്റ്റുകൾ. പിന്നെ ഡ്രിഫ്റ്റിങ്, നമ്മുടെ നാഷണൽ റാലി ചാമ്പ്യൻ ഉണ്ടല്ലോ ഗൗരവ് ഗിൽ, അദ്ദേഹം ഈ ഒരു വെഹിക്കിളിനെ ഡ്രിഫ്റ്റ് ചെയ്ത്, അതായത് ഒരു ഇലക്ട്രിക് കാർ ഡ്രിഫ്റ്റ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന അപ്പോഴാണ്. സോ അതിൻ്റെയൊക്കെ ഒരു ഫീല് കണ്ടപ്പോൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാറാണ് നമ്മുടെ മഹീന്ദ്രയുടെ ഈ ഒരു ന്യൂ ബോൺ ഇലക്ട്രിക് കാറുകൾ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ നേരെ നമ്മുടെ ആലപ്പുഴയിലുള്ള മെറിഡിയൻ മോട്ടോയിൽ വെഹിക്കിൾ എടുത്തിട്ടാണ് ഇപ്പോൾ ഡ്രൈവ് എക്സ്പീരിയൻസിന് വന്നത്. ആലപ്പുഴ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ഏരിയ വഴിയൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു കാറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണ്ടേ? അപ്പോൾ നേരെ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് മഹീന്ദ്രയുടെ പുതിയ ഇലക്ട്രിക് വെഹിക്കിൾസിനെ ഒന്ന് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ BE6നെ ഒന്ന് നോക്കാം. ശരിക്കും BE6ഉം അതുപോലെ XEV9യും തമ്മിൽ കുറേയധികം വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഒരുമാതിരിപ്പെട്ട ഫീച്ചേഴ്സ് എല്ലാം തന്നെ സെയിം തന്നെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് BE6നെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ലുക്ക് ശരിക്കും എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള, കാണാനും അല്ലെങ്കിൽ ഓടിക്കാനും ഇഷ്ടപ്പെട്ടത് BE6 തന്നെയാണ് കേട്ടോ. കാരണം കുറച്ചുകൂടി ഒരു സ്പോർട്ടി ഡിസൈൻ, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈൻ ഈ ഒരു വെഹിക്കിളിനാണ് കറക്റ്റ് ഫീൽ ചെയ്തത്. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, ഒരു ബഹിരാകാശ പേടകം എന്നൊക്കെ പറയൂലേ, ആ ഒരു ഫീലിൽ നമുക്ക് ശരിക്കും ഒരു വെറൈറ്റി ഡിസൈനിലാണ് ഈ ഒരു വെഹിക്കിൾ വന്നിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പോർട്ടി കളേഴ്സിൽ അവൈലബിൾ ആണ്. ഏകദേശം 8ഓളം കളർ ഓപ്ഷൻസിൽ അവൈലബിൾ ആണ്. അപ്പം ഇതൊരു ഗ്രേ ഷെയ്ഡുള്ളൊരു വെഹിക്കിളാണ്. അപ്പം കുറച്ചുകൂടി ഒരു ബ്ലാക്ക് ഗ്രേയുടെ കോമ്പോ വന്നപ്പോഴത്തേക്കും ഒരു ഒതുക്കമുള്ളൊരു ഫീലാണ്. പക്ഷെ എന്നാലും ഇതിൻ്റെ ഈ ഓരോ എലമെൻറ്റ്സും നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. കുറേ എയർ ഇൻടേക്കിനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഓവറോൾ ഡിസൈൻ ഇപ്പം ഇൻസൈഡ് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ തന്നെ, ഒരു കോക്പിറ്റ് ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓവറോൾ ഡിസൈൻ കുറച്ചുകൂടെ വെഹിക്കിൾ വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. ഫാസ്റ്റിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതാണ്. കാരണം ഡിഫറെൻറ്റ് മോഡ്സ് ഉണ്ട്, ഗംഭീരമായിട്ടുള്ള പവറും ടോർക്കും കിട്ടുന്ന ഒരു വെഹിക്കിലൂടെയാണ് കേട്ടോ. അപ്പോൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ലുക്ക് നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് എയർ ഇൻടേക്കിനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. അതുപോലെ തന്നെ BE ബോൺ ഇലക്ട്രിക് എന്ന് പറഞ്ഞിട്ടുള്ള മഹീന്ദ്രയുടെ തന്നെ ഓൾ ഇലക്ട്രിക് SUVസും അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളിൽ കൊണ്ടുവരുന്നത് ഇനി മുതൽ ഈ BE എന്ന് പറയുന്നത് ബോൺ ഇലക്ട്രിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാഡ്ജിലായിരിക്കും കേട്ടോ. അതിൻ്റെ ആ ഒരു പേരിലാണ് ഇത് വന്നിട്ടുള്ളത്. പക്ഷേ XEV9 വന്നിട്ടുള്ളത് മഹീന്ദ്രയുടെ ഇൻഫിനിറ്റി ലോഗോ വെച്ചിട്ടുമാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ ഫ്രണ്ട് ലുക്കിലേക്ക് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് എടുത്തറിയുന്ന ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് BE6 ആണെന്ന് മനസ്സിലാവുന്നത്. ഈ ഒരു DRL യൂണിറ്റ്സ് നോക്കുമ്പോഴത്തേക്കും അതൊരു പുതിയ ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹെഡ്ലൈറ്റ് യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇവിടെ രണ്ട് കണ്ണുപോലെ ഒളിച്ചിരിക്കുന്ന ഒരു സ്പേസിലാണ് കേട്ടോ. അപ്പം ഈ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ടോ, കുറച്ചൊരു ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുള്ള രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം 207 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്ലിയറൻസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് ഇവിടെയായിട്ട് ചെറിയൊരു ഫോഗ് ലാമ്പ് കാണാം. പിന്നെ സെൻസേഴ്സ് ഉണ്ട്. 360 ഡിഗ്രി ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും ഗംഭീരമായിട്ടുള്ള ക്യാമറയും കാര്യങ്ങളൊക്കെയാണ് ഓവറോൾ കൊടുത്തിട്ടുള്ളത്. ഫീച്ചേഴ്സ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇൻസൈഡ് പറയുമ്പോഴേക്കും പറയാം. ഫ്രണ്ടിൽ അതുപോലെ തന്നെ ഒരു നമുക്ക് ഈ ഒരു ട്രങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 45 ലിറ്ററോളം കപ്പാസിറ്റി, ഒരു ട്രങ്ക് സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ, യൂട്ടിലിറ്റി സ്പേസ്. ഇനിയിപ്പോൾ ഈ ഒരു കാറിൻ്റെ ബസ് പാർട്ട്, ശരിക്കും എല്ലാവരും ഇലക്ട്രിക് കാർ എന്ന് പറയുമ്പം നോക്കുമ്പോൾ ഏറ്റവും നോക്കുന്ന ഒരു കാര്യമാണ് റേഞ്ച് വരുമ്പോൾ 2 ബാറ്ററി പാക്കിലാണ് ഈ ഒരു വെഹിക്കിൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നൊരു 79 kWh ബാറ്ററി പാക്കും മറ്റൊന്ന് 59 kWh ബാറ്ററി പാക്ക്. 2 ബാറ്ററി പാക്ക് ഉണ്ട്. ഇപ്പോൾ റേഞ്ച് ടോപ്പ് എൻഡ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 682 കിലോമീറ്ററാണ് സർട്ടിഫൈഡ് റേഞ്ച്. സെക്കൻഡ് വൺ വരുമ്പോഴത്തേക്കും അത് 557 കിലോമീറ്ററാണ് സർട്ടിഫൈഡ് റേഞ്ച്. 2 റേഞ്ച് ഓപ്ഷൻ ഉണ്ട്. എങ്ങനെ നോക്കിയാന്ന് പറഞ്ഞാലും ഈ ടോപ്പിൻ്റെ ഒക്കെ ഒരു 500+ ഷുവർ ആയിട്ടും കിട്ടും. കാരണം ഒരു സിംഗിൾ ചാർജിൽ നമുക്ക് ഓൾ കേരള അല്ലെങ്കിൽ നമുക്ക് ലോങ്ങിലേക്ക് എവിടെയാണെങ്കിലും ട്രാവൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു കാർ കൊണ്ട് പറ്റും. അത് വളരെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ നമ്മുടെ മഹീന്ദ്ര XUV ഫോർഡബിൾ ഇറങ്ങിയ സമയത്ത് കന്യാകുമാരി കാസർഗോഡ് സിംഗിൾ ഡേയിൽ രാവിലെ 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് രാത്രി 11 മണിയായപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് 4 സ്ഥലത്തോളം ചാർജ് ചെയ്തിട്ട്. അപ്പം മഹീന്ദ്രയുടെ വെഹിക്കിൾ ഓൾറെഡി ഇലക്ട്രിക് വെഹിക്കിൾ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആണ്. പക്ഷേ ഈ ഒരു കാറിലേക്ക് വന്നപ്പോഴത്തേക്കും ടോട്ടലി മാറ്റിയിട്ട്, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കിന് വേണ്ടി തന്നെയാണ് ഈ ഒരു കാർ ഇറക്കിയിട്ടുള്ളത്. അതായത് ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം നോക്കുവാണെങ്കിൽ ഇൻഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വെഹിക്കിൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു
ബാറ്ററി സെൽസ് നോക്കിയാലും അല്ലെങ്കിൽ ഓവറോൾ ഡിസൈനും അല്ലെങ്കിൽ ഇതിൻ്റെ ബോഡി സ്ട്രക്ചറും സേഫ്റ്റി എല്ലാം കൊണ്ടും ഫുൾ ഒരു പാക്കിലാണ് ഈ ഒരു വെഹിക്കിൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഡിസൈൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു ഉറൂസിൻ്റെ ലുക്ക് ഉണ്ട്. റിയർ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കൂപ്പയുടെ ഡിസൈൻ വരുന്നുണ്ട്. റിയർ സൈഡൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് രസമാണ് കാണാൻ വേണ്ടി. ഓവറോൾ കണ്ടിരിക്കാൻ തന്നെ ഇപ്പോൾ ഏത് ഫ്രെയിമിൽ കൊണ്ടിട്ടാലും വളരെ ഭംഗിയാണ് ഈ ഒരു കാറ് കാണാൻ വേണ്ടി. അപ്പം അങ്ങനെ സേഫ്റ്റി സൈഡ് എന്തായാലും നന്നായിട്ട് നോക്കിയിട്ട് വന്നിട്ടുള്ളത്. ഇപ്പം ബാറ്ററി പാക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു 207 mm ക്ലിയറൻസ് വരുന്നത്. പക്ഷേ ഇവിടെ ഒരു കവറിങ് വരുന്നുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് പ്ലെയിൻ ആയിട്ടുള്ളൊരു സർഫസിലാണ് ബാറ്ററി പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതും ബാറ്ററി ടെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ടൈപ്പ് ഓഫ് രീതിയിൽ, അതായത് ഹീറ്റ്, ഇലക്ട്രിക് ഷോക്ക്, പിന്നെ വൈബ്രേഷൻ്റെ കാര്യങ്ങൾ, അങ്ങനെ തൊട്ട് പല രീതിയിൽ ഈ ഒരു ബാറ്ററി സെൽസ് ചെക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വളരെ പ്രൂവ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഈ ഒരു മോഡലിൽ ഇതിൻ്റെ ബാറ്ററി പാക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കുറേ അധികം അഡ്വാൻറ്റേജ് ഉണ്ട്. ഹീറ്റോ കാര്യങ്ങളൊന്നും പെട്ടെന്നാവത്തില്ല. അങ്ങനെ തൊട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് വീൽസ് നോക്കുമ്പോഴത്തേക്കും 19 ഇഞ്ച് വീൽസാണ്. ഡ്യുവൽ ടോൺ അലോയ് വീൽസ് കാണാം. ഒരു ക്ലാഡിങ് ബ്ലാക്ക്, ഒരു ഗ്ലോസി ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. ഈ കളർ കോമ്പോയ്ക്ക് ആപ്റ്റേറ്റ് രീതിയിലാണല്ലോ. പിന്നെ പെട്ടെന്ന് ഒരു സ്ലഷൊക്കെ ആയി കഴിഞ്ഞാലും അത്ര സീനൊന്നുമില്ല. ഇത്രയും ഭാഗം പ്രൊട്ടക്റ്റഡ് ആണ്. പിന്നെ ഡിസൈൻ നോക്കിയേ, ശരിക്കും പറഞ്ഞാൽ പ്ലെയിൻ ആയിട്ടുള്ള ഡിസൈൻ അല്ല, കുറച്ചുകൂടെ ഒരു കേർവ്ഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു അകത്തേക്ക് മടക്കിയിട്ട് ഉള്ളൊരു ഡിസൈനാണ്. നല്ല രസമുണ്ട് ഈ ഒരു സൈഡ് വ്യൂവിൽ കാണാൻ വേണ്ടി. അതേപോലെ തന്നെ കുറച്ചുകൂടെ നമുക്ക് ഡ്രൈവേഴ്സിന് അല്ലെങ്കിൽ അകത്തുള്ള ആളുകൾക്ക് കംഫർട്ടബിൾ ആവാൻ വിധം UV പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. 99.5% UV പ്രൊട്ടക്റ്റഡ് ഗ്ലാസ് ആണ് കേട്ടോ ഓവറോൾ ഫ്രണ്ടും സൈഡും എല്ലാം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അകത്തധികം ചൂടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, വളരെ കംഫർട്ടബിൾ ആയിരിക്കും. ഇനി ഞാൻ ശരിക്കും എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്പേസ്, അതായത് ഇതിൻ്റെ കോക്പിറ്റ് എന്ന് തന്നെ വേണേൽ പറയാം. കാരണം ഈ ഒരു ഭാഗങ്ങളെല്ലാം കണ്ടോ, ഒരു കറക്റ്റ് ഒരു ഫ്ലൈറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു കോക്പിറ്റിൻ്റെ ആ ഒരു ഭാഗങ്ങൾ ഫീലാണ്. ഇവിടെ കയറിയിരിക്കുമ്പോൾ നമുക്കിപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ഒരു പൈലറ്റൊക്കെ ആവണമെന്ന് ആഗ്രഹമുള്ള, എന്നെപ്പോലെ ആഗ്രഹം ഉണ്ടായിരുന്നവർക്ക്, എന്നാൽ ഒരു കാറിൽ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് നമുക്ക് ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ, വളരെയധികം ഇഷ്ടപ്പെടും. കാരണം വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് ഉള്ളിൽ മൊത്തത്തിൽ കാണുന്നത്. ഇപ്പം ഈ ഒരു സ്റ്റിയറിംഗ് വീലാണെങ്കിലും ഓടിക്കാൻ വേണ്ടി നല്ല രസമുണ്ട്. ഒരു ഡീക്കട്ട് സ്റ്റിയറിംഗ് വീലാണ്. അതിൽ തന്നെ നമുക്ക് പാഡ് ഷിഫ്റ്റേഴ്സ് എല്ലാം വളരെ നല്ല രീതിയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു ബിയുടെ ബാഡ്ജിങ് ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. പിന്നെ ഇതിപ്പം അത്യാവശ്യം ഉയർന്നിട്ടുള്ളൊരു പൊസിഷനിലാണ്. അപ്പം വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇപ്പം സീറ്റിംഗ് ഓൾസോ അങ്ങനെയാണ്. അതുപോലെ ആ ഒരു നമ്മുടെ ഓവറോൾ ആ ഒരു പോസ്റ്ററും അതിനനുസരിച്ചിട്ട് കുറച്ച് ബാക്കിലേക്ക് ഇറങ്ങിയിട്ട് ഒക്കെ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ഫ്രണ്ട് ടു ഡ്രൈവിൽ ഫീൽ ഈ ഒരു വെഹിക്കിൾ ഡ്രൈവ് ചെയ്യാം കേട്ടോ. പിന്നെ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ, ഈ ഒരു നമ്മുടെ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ നോക്കി, സെയിം ജെറ്റിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ടുള്ള രീതിയിലുള്ള ആ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ കാര്യങ്ങൾ ഭാഗത്തായിട്ട് കാണാം. സ്റ്റാർട്ട് സ്വിച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ കീ വരുന്നത് കേട്ടോ. കീക്കൊക്കെ പ്ലേസ് ചെയ്യാൻ വേണ്ടി ആ ഒരു സ്പേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു കീ ആണ്. ബൂട്ട് ഓപ്പണിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇൻറ്റഗ്രേറ്റഡ് ആണ് ഈ ഒരു കീയിൽ. നെക്സ്റ്റ് ഒരു പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് 2 വയർലെസ് മൊബൈൽ ചാർജർ കണക്ട് ചെയ്യാൻ വേണ്ടി ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ AC വെൻസിൻ്റെ ഒക്കെ കണക്ഷൻ കണ്ടോ, നമുക്ക് ഈ ഒരു ഡ്രൈവറിൻ്റെ ഭാഗങ്ങളിലേക്ക് കേർവ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ആ ഒരു AC വെൻസ് ആണ് കേട്ടോ. നോക്കിയാൽ നമ്മളെ കവർ ചെയ്ത്, അതായത് ഡ്രൈവർക്ക് മെയിനായിട്ട് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള രീതിയിലുള്ള ഒരു ഡിസൈനാണ്. നല്ല രസമുണ്ട്. പിന്നെ 12.3 ഇഞ്ചിൻ്റെ ആ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഇതിലുണ്ട്. ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേ സപ്പോർട്ട്. പിന്നെ ആ ഒരു നമ്മുടെ ക്ലസ്റ്റർ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. നമ്മൾ ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. പിന്നെ മെയിനായിട്ടും കുറച്ച് കാര്യങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയുണ്ട്. അതായത് നമുക്ക് ഇതിൻ്റെ നോബ്സ് നോക്കി, നമുക്ക് AC കൺട്രോൾസ്, ഇപ്പം ഞാനിപ്പോൾ AC കൺട്രോൾസാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഇത് ത്രൂ തന്നെ കൺട്രോൾ ചെയ്യാം. അതായത് ടച്ച് സ്ക്രീൻ അല്ലാതെ തന്നെ നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ജസ്റ്റ് 1 ക്ലിക്കിൽ തന്നെ നമുക്ക് മോഡ്സ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് മോഡ്സ്, അപ്പോൾ മോഡ്സ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും 3 മോഡ്സ് ഉണ്ട്. റേഞ്ച്, അതേപോലെ തന്നെ എവറിഡേ, പിന്നെ റേസ്, അങ്ങനെ 3 മോഡ്സ് ഉണ്ട് കേട്ടോ. അത് റേസൊക്കെ മാക്സിമം പവറും ടോർക്കും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന മോഡാണ് റേസ് എന്നൊക്കെ ഉള്ളത്, അങ്ങനെ പേര് കൊടുത്തിട്ടുള്ളത്. സോ അതൊക്കെ വളരെ സിമ്പിളായിട്ട് നോക്കി. ഈ ഒരു നോബ് രസമുണ്ട് കേട്ടോ. ജസ്റ്റ് നൈസായിട്ടുള്ള ഒരു പ്രസ്സിങ്ങും ഉണ്ട്, റൊട്ടേറ്റും ചെയ്യാം, അതേപോലെ തന്നെ അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷനും ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഷിഫ്റ്റ് ചെയ്യാം. പിന്നെ ഫാൻ സ്പീഡ്, വോളിയം, മ്യൂസിക് വോളിയം ഒക്കെ അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻസ് ഇതായി ഒരു ഭാഗത്താണ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൾട്ടി ഫങ്ഷണൽ ഒരു നോബാണ്. ഇതൊരു പുതിയ രീതിക്കുള്ള ഒരു നോബാണ്, കുറച്ചധികം ഇഷ്ടപ്പെട്ടു. പിന്നെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ആ ഒരു കോക്പിറ്റിന്റെ ഡിസൈൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സൈഡ് ഭാഗങ്ങൾ കാണാം. പിന്നെ ഒരു സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. നോർമൽ ഡോർ ഓപ്പണിംഗ് അല്ല, കുറച്ചുകൂടെ പ്രീമിയം സെഗ്മെന്റിൽ കാണുന്ന കാറിൽ കാണുന്ന പോലത്തെ ഒരു സ്ട്രാപ്പ് ഓപ്പണിംഗ് ആണ്. കണ്ടല്ലോ, ആ ഒരു സ്റ്റാപ്പ് ഓപ്പണിംഗ് ആണ്. അതേപോലെ തന്നെ പവർ വിൻഡോസിന്റെ കൺട്രോൾസ് ഒക്കെ ഇവിടെ ഒരു സ്പേസിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറേ അധികം കാര്യങ്ങൾ ഈ ഒരു വെഹിക്കിളിന്റെ കാര്യം എടുത്തു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഫീച്ചേഴ്സ് ലോഡഡ് ആയിട്ടാണ് ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു വെഹിക്കിൾ കൊണ്ടുവന്നിട്ടുള്ളത്. മെയിൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ പാർക്കിംഗ് പോലെയുള്ള ഫംഗ്ഷൻ ഈ ഒരു കാറിലുണ്ട്, ഈ ഒരു കാറിലും ഉണ്ട്. അതുപോലെ തന്നെ XUV 9 ഉണ്ട്. 2 കാസിലും ഓട്ടോ പാർക്കിംഗ് ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കുറേ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ 7 എയർ ബാഗ് വരുന്നുണ്ട്.
പിന്നെ സൈഡ് ക്രാഷ് വന്നാലും അതിന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഒരു ഷാസിയാണ് ഈ ഒരു കാറിൽ വന്നിട്ടുള്ളത്. സേഫ്റ്റിന്റെ മറ്റു കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഡ്രൈവർ മോണിറ്ററിംഗ് സിസ്റ്റം വരുന്നുണ്ട്, അഡാസ് ലെവൽ 2++ ഓപ്ഷൻ വരുന്നുണ്ട്. ഇപ്പം ഡ്രൈവർ മോണിറ്ററിംഗ് നോക്കുവാണെങ്കിൽ നമുക്കിത് ഇവിടെ ഒരു ക്യാമറ വന്നിട്ടുണ്ട്. സോ ഡ്രൈവർ മോണിറ്ററിംഗ് എപ്പോഴും ഉണ്ടാവും. എന്തെങ്കിലും നമുക്കൊരു ക്ഷീണോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഒരു അലേർട്ട് കാര്യങ്ങളൊക്കെ വെഹിക്കിൾ നമുക്ക് തരുന്നുണ്ട്. അതേപോലെ തന്നെ അഡാസ് ലെവൽ 2++ ഓപ്ഷൻ, അതായത് ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള അഡാസിന്റെ സപ്പോർട്ട് വരുന്നതാണ് കേട്ടോ. അതുകൊണ്ട് സേഫ്റ്റി കാര്യങ്ങൾ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു വെഹിക്കിൾ. പിന്നെ നമുക്ക് ഈസി ആയിട്ട് 360 ഡിഗ്രി ക്യാമറ വേണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. ഏത് സൈഡിൽ നിന്നുള്ള വ്യൂ വേണമെങ്കിലും അങ്ങനെ കാണാൻ വേണ്ടി ഓപ്ഷൻ. പിന്നെ 1-2 കാര്യങ്ങളോടൊന്ന് കാണിച്ചു തരാം കേട്ടോ. അതായത് ഈ ഒരു വെഹിക്കിളിന് ഇതുണ്ടോ, ഡ്രൈവർ അസിസ്റ്റിൻ്റെ, ക്ലൈമറ്റിൻ്റെ, ഇതൊക്കെ ഓരോരോ ഫീച്ചേഴ്സാണ്. നമ്മളിപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അങ്ങും തീരത്തില്ല. അതുപോലെ തന്നെ ഗ്രൂവ് മീ എന്ന് പറഞ്ഞിട്ടുള്ള മോഡ് കണ്ടോ, ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും മ്യൂസിക്കൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിയർ ലൈറ്റും അതുപോലെ തന്നെ ഫ്രണ്ടിലെ ലൈറ്റും എല്ലാം ആ ഒരു മ്യൂസിക്കിനനുസരിച്ചിട്ട് ഫുൾ റൃതത്തിൽ വർക്കാവും. ഭയങ്കര രസമാണ് കാണാൻ വേണ്ടി. ഒരുപാട് വൈറൽ വീഡിയോസ് വന്നിട്ടുള്ളതാണ്. അതേപോലെ തന്നെ തൊട്ട് താഴത്തേക്ക് വരുമ്പോഴത്തേക്കും സെക്യൂർ 360 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡ് നോക്കി. ഇപ്പം നമ്മൾ നമ്മുടെ സെൽഫി ക്യാമറ ഓൺ ആയിട്ടുണ്ട്. എല്ലാ സൈഡിൽ നിന്നുള്ള ആ ഒരു ക്യാമറാസ് ഇവിടെ കാണാം. പിന്നെ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ലൈവായിട്ട് റെക്കോർഡ് ചെയ്യണം, അതിനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ വേണ്ടി ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തൊട്ട് താഴത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് വിഷൻ എക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ HUD ഡിസ്പ്ലേ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. നമുക്ക് ഗ്ലാസ്സിൽ തന്നെ കാണാൻ വേണ്ടി പറ്റും ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും വെഹിക്കിളിൻ്റെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇതേ സെൽഫീൻ്റെ ഓപ്ഷൻസ് ഈ ഒരു ഭാഗത്തുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് കുറേ അധികം കാര്യങ്ങൾ ആഡ് ഓൺ ആയിട്ടാണ് ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ നമുക്ക് ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഇതിൽ 2-3 മോഡ്സ് ഉണ്ട്. ഒരു കാം മോഡ് ഉണ്ട്, അതുപോലെ കോസി മോഡുണ്ട്, പിന്നെ ക്ലബ് മോഡുണ്ട്. അങ്ങനെ 3 മോഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാനിപ്പം നമ്മുടെ കാം മോഡ് എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുവാണ്. അപ്പോൾ ഇതിൽ AR റഹ്മാൻ്റെ ഒരു മ്യൂസിക്, അദ്ദേഹം ഈ ഒരു വാഹനത്തിന് വേണ്ടി മാത്രം സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കാം മോഡാണ് ഓൺ ആയിട്ടുള്ളത്. അത് മാത്രമല്ല നോക്കി, സീറ്റ് കുറച്ച് ബാക്കിലേക്ക് ഓട്ടോമാറ്റിക്കലി ആവുന്നുണ്ട്. നമ്മൾ കുറച്ച് റിലാക്സ് ആവാൻ പറ്റുന്ന നല്ല കറക്റ്റ് ആയിട്ടുള്ളൊരു സോങ് ആണ്, ഒരു മ്യൂസിക്കാണ് ഇപ്പോൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തൊന്ന് നമ്മളൊന്ന് കാമാക്കാൻ വേണ്ടി വളരെ യൂസ്ഫുൾ ആകുന്നൊരു മ്യൂസിക്. ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. അതേപോലെ ഈ ഒരു വെഹിക്കിളിന് കുറേ അധികം പ്രത്യേകതകളുണ്ട് കേട്ടോ. അപ്പം ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കാരണം പറഞ്ഞാലും തീരില്ല. കിഡിലും കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പം അതിൽ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ കാണുന്ന ഇൻഫിനിറ്റി സൺറൂഫ് നോക്കിയാൽ വളരെ ലാർജ് സ്പേസിലുള്ള ഒരു സൺറൂഫ് ഏരിയ കാണാം. അതിൽ തന്നെ ഈ ചെറിയ ലൈൻസ് ഉണ്ടോ, ഇത് ചെറിയ LED ലൈറ്റ്സ് ആണ്. അതായത് നമുക്കിതിൽ ആംബിയൻ ലൈറ്റ് കുറേ അധികം കളേഴ്സ്, അതായത് 16 മില്യൺ കളേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് കളേഴ്സ്, നമ്മൾ കാണാത്ത പല രീതിയിലുള്ള കളേഴ്സ് വരെ ഇതിൽ ഉണ്ട്. അപ്പം അത് രാത്രിയിലാണ് ശരിക്കും ഇതിൻ്റെ ഒരു കറക്റ്റ് ഈ ഒരു വണ്ടിക്കകമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഒരു ഈവനിങ് ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ടൈമിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതേപോലെ തന്നെ ഇതിൽ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 16 സ്പീക്കേഴ്സ്, അതായത് ഹർമൻ ഖാൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. വളരെ ഗംഭീരമായിട്ടുള്ള മ്യൂസിക് സിസ്റ്റമാണ്. നല്ല രീതിയിൽ സോങ് ഒക്കെ എൻജോയ് ചെയ്ത് കേട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ആപ്റ്റ് ആയിട്ടുള്ളൊരു വെഹിക്കിളാണ് കേട്ടോ. റിയർ സൈഡിലും അല്ലെങ്കിൽ ഓവറോൾ എല്ലാ പ്ലേസിലും തന്നെ സ്പീക്കേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. വളരെ രസമാണ്. അതേപോലെ ഈ ഒരു കാറിൻ്റെ ബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളത് മായ എന്ന് പറഞ്ഞിട്ട് മഹീന്ദ്രയുടെ ആ ഒരു ആർക്കിടെക്ചറിൽ വന്നിട്ടുള്ള ശരിക്കും ബ്രെയിൻ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രോസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഒരു പ്രോസസ്സറാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് വളരെ ഫാസ്റ്റും റെസ്പോൺസീവ് ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പം ഇൻഫർടൈൻമെൻറ്റും അല്ലെങ്കിൽ ക്ലസ്റ്ററിൻ്റെ ഭാഗങ്ങളും അല്ലെങ്കിൽ ഓവറോൾ ഈ ഒരു വെഹിക്കിൾ വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ നല്ലൊരു ആപ്ലിക്കേഷൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ വണ്ടിയുടെ അടുത്തില്ലെങ്കിൽ കൂടെ നമുക്ക് ഫോൺ വഴി നമ്മുടെ വാഹനത്തിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് ഒക്കെ തുടങ്ങിയിട്ട് കുറേ അധികം കാര്യങ്ങൾ ആഡ് ഓൺ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഓവറോൾ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും നടുക്ക് ഈ ഒരു ഭാഗങ്ങൾ വരുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സെപ്പറേഷൻ ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇപ്പം ക്വാർട്ടർ ഭാഗം നോക്കിയാലും ആ ഒരു AC വെൻസും കാര്യങ്ങളൊക്കെ സെയിം ഒരു ഡിസൈൻ തന്നെയാണ്. ആ ഒരു ലൈറ്റ് ഗ്രീൻ ഒരു ഇൻസേഷൻ, ബ്ലാക്ക് ഇൻസേഷൻ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ആണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ, നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ളൊരു അഡ്വാൻസ് ആയിട്ടുള്ളൊരു ഇൻസേഷനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് മോഡ്സിൻ്റെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുന്നതൊക്കെ സ്വിച്ചസ് ഈ പുതിയ രീതിയിലുള്ള ചെറിയ വളരെ ഈസി ആയിട്ടുള്ള രീതിയിലുള്ള സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ഹോൾഡ്, ഹിൽ ഡിസെൻറ്റ്, ട്രാക്ഷൻ കൺട്രോൾ, അങ്ങനെ ആയിട്ടുള്ള സ്വിച്ചസ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. അതേപോലെ ഇതിൻ്റെ സീറ്റിംഗ് നോക്കി, നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള സ്റ്റിച്ചിങ്ങും അല്ലെ കളർ കോമ്പോയിൽ വന്നിട്ടുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് കളറും അല്ലെ ഓവറോൾ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ. മെമ്മറി ഫംഗ്ഷൻ ഉള്ള സീറ്റിംഗ് ആണ്. 6 വേ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള സീറ്റ്സ് ആണ് കാണുന്നത്. 3 മെമ്മറി ഫംഗ്ഷനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പം ഡ്രൈവിന് എടുക്കുമ്പം ആദ്യം തന്നെ ടെലിസ്കോപ്പിക്ക് ടിൽറ്റബിൾ ഓപ്ഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഏറ്റവും താത്തി വെച്ചിട്ടുണ്ട്. ഏകദേശം എൻ്റെ ഒരു ഹൈറ്റിന് ആപ്റ്റായിട്ട് രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേ ജസ്റ്റ് ഡ്രൈവിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. നോക്കി, വളരെ സിമ്പിളായിട്ട് നല്ല രസമുണ്ട്. ആ ഒരു ഷിഫ്റ്റിംഗ് ഒക്കെ ഭയങ്കര രസമാണ്. നമുക്ക് എന്തായാലും ഡ്രൈവ് എടുക്കാം.
അപ്പോൾ ഇതിൽ നോക്കിയപ്പോൾ ആണ് മനസ്സിലായത് 1 പെഡൽ മോഡൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ആക്സിലേറ്റർ ഒന്ന് കാലെടുത്ത് കഴിഞ്ഞ് ജസ്റ്റ് ഇതിലൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് അപ്ലൈ ആവും, കാല് വെച്ചിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യാതെ തന്നെ. അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഇതിലുണ്ട്. പിന്നെ എന്തായാലും ഡ്രൈവ് എടുക്കട്ടെ. ഇതിപ്പോൾ വളരെ ഷോർട്ടായിട്ടുള്ള റോഡാണ്. കുറച്ചുകൂടെ മെയിൻ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ വേണം നമുക്ക് ഇതിൻ്റെ കുറച്ചുകൂടെ ഒന്ന് ഫാസ്റ്റായിട്ടൊന്ന് ഡ്രൈവ് എക്സ്പീരിയൻസ് എടുക്കാൻ വേണ്ടി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൊടുത്തിട്ടുള്ളൊരു മോട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 210 കിലോവാട്ട് പവറും 380 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മോട്ടറാണ് കേട്ടോ. അതുപോലെ തന്നെ 0 to 100 ആവാൻ വേണ്ടി വെറും 6.7 സെക്കൻഡ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ റോഡ്സിലൊന്നും അത്ര ഫാസ്റ്റ് ആയിട്ട് എടുത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വരത്തില്ല. അപ്പോൾ എന്തായാലും അതിന് ആപ്റ്റായിട്ടുള്ള റോഡ് കിട്ടുമ്പോഴത്തേക്കും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. എനിവേ ഇതിൻ്റെ ആ ഒരു ഡ്രൈവിംഗ് കംഫർട്ടിനെ പറ്റി ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പം ഡ്രൈവ് ചെയ്യുന്ന മോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ എവറിഡേ എന്ന് പറഞ്ഞിട്ടുള്ള മിഡ് ഓപ്ഷനിലുള്ള ഒരു മോഡാണ് കേട്ടോ. റേഞ്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് കുറച്ചുകൂടി എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഡ്രൈവ് ചെയ്യേണ്ട സമയത്ത് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റാവുന്നതാണ്. പിന്നെ റേസ് ഓപ്ഷൻ ഉണ്ട്. റേസിൻ്റെ ഒന്നും ഓപ്ഷൻ നമ്മുടെ റോഡിൽ വേണമെന്ന് തോന്നില്ല, കാരണം ഈ ഒരു എവറിഡേ തന്നെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ചെക്ക് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം ശരിക്കും പറഞ്ഞാൽ BE6ഉം അതുപോലെ XCV 90 രണ്ടും ഡ്രൈവ് ചെയ്തു. രണ്ടും ഡ്രൈവ് ചെയ്യുമ്പോൾ എൻറ്റോലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീലാണ് കേട്ടോ. ഇപ്പം ഈ ഒരു മോഡൽ ഓടിക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒരു സ്പോർട്ടി കാർ ഓടിക്കുന്ന ആ ഒരു ഫീൽ തന്നെയാണ്. കുറച്ചുകൂടി ഒതുക്കമുണ്ട്. പക്ഷേ 90ലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒരു വലിയ കാറാണ്. ഒരു വലിയ കാർ ഓടിക്കുന്ന ആ ഫീലിൽ തന്നെ വേണം അത് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി. കാരണം ഇൻറ്റീരിയർ ഒക്കെ നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി അധികം സ്പേഷ്യസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നമുക്ക് ഈ ഒരു ഡീക്കട്ട് സ്റ്റിയറിംഗ് വീലൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് സിംഗിൾ ഹാൻഡ് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ടേണൊക്കെ ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. യെസ്, ഇതേ ഇപ്പോൾ നമ്മൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത റോഡിൽ പോവാണ്. ഒന്ന് കാല് കൊടുത്ത് നോക്കുവാണ്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു റെസ്പോൺസാണ്. അപ്പോൾ എനിക്ക് ഓവർ അങ്ങ് കാല് കൊടുത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ല. സോ നമുക്കപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാം പിന്നീട്. പിന്നെ ഇതിൽ സസ്പെൻഷൻ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈലിംഗ് ഇൻ്റലിജൻറ്റ് അഡാപ്റ്റീവ് ആയിട്ടുള്ള സസ്പെൻഷനാണ്. അതായത് സസ്പെൻഷൻ സെറ്റപ്പും മഹീന്ദ്ര നല്ല രീതിയിൽ ഇതിനു വേണ്ടി തന്നെ നോക്കി ചെയ്തിട്ടുള്ളൊരു മോഡലാണ്. കാരണം ഓവറായിട്ടുള്ള ഒരു ബോഡി റോളോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അത്യാവശ്യം നല്ലൊരു ഹൈറ്റിലാണ്. കാരണം ഇതിൻ്റെ ഒരു റേഷ്യോ ഓവറോൾ കറക്റ്റായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വീശിട്ടാണ് എടുക്കുകയാണെങ്കിലും റിയർ സൈഡിൽ ഇരിക്കുന്നവർക്കും അത്ര വലിയ സീനൊന്നും ഇല്ല. വളരെ കംഫർട്ടബിൾ ആണ്. അതുപോലെ തന്നെ ഓവറോള് നമ്മൾ ഇത്തിരി ഹൈറ്റിലിരിക്കുന്ന ഒരു ഫീൽ തന്നെയാണ്. പക്ഷേ 90ലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി നല്ല ഹൈറ്റിലിരിക്കുന്ന ഒരു ഫീലാണ്. പിന്നെ ഈ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാൻ ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കോക്പിറ്റിൻ്റെ ഡിസൈനും അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പ്ലസൻ്റ് ആയിട്ട് കുറച്ചുകൂടെ സ്പോർട്ടി ഫീലിരുന്ന് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ളൊരു പൊസിഷനാണ് ഓവറോൾ. ഇപ്പം ഞാൻ കുറച്ച് ബാക്കിലേക്ക് സീറ്റ് ഇറക്കിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു രീതിയിൽ കുറച്ചുകൂടി വേണം കയറ്റിയിട്ട് ഓടിക്കാം. പക്ഷേ ഇതാണ് കുറച്ചുകൂടി ഒരു കാമായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ ഇതിൽ ഈ ഒരു സ്ക്രീനിൽ തന്നെ നമുക്ക് ടോട്ടൽ റേഞ്ച്, ബാറ്ററി പെർസെൻറ്റേജ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ മോഡ് ഏതാണെന്നുള്ള കാര്യങ്ങൾ, ABS ഓൺ ഓഫ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ റൈറ്റ് സൈഡിലായിട്ട് കണ്ടോ നമ്മൾ റീജൻ്റെ കാര്യങ്ങളൊക്കെ ഇതിലാണ് കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ബ്രേക്കിന് കാലെടുക്കുമ്പോഴത്തേക്കും കണ്ടോ റീജൻ കാണിക്കുന്നുണ്ട്. പിന്നെ വേറെ സംഭവം ഈ ഒരു സ്റ്റിയറിംഗ് വീലിലുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൂസ്റ്റ് മോഡ് എന്ന് പറഞ്ഞൊരു മോഡ്. അതൊക്കെ ഈ ഒരു സ്വിച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബൂസ്റ്റ് മോഡ് ഒന്ന് കാല് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ പെട്ടെന്നൊരു 10 സെക്കൻഡിലേക്ക് നമുക്കൊരു ബൂസ്റ്റ് മോഡ്, ഒരു പവർ എക്സ്ട്രാ ആഡ് ഓൺ ആയി കിട്ടുവാണ്. അതായത് ഇത് വളരെ യൂസ്ഫുൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഓവർടേക്ക് ചെയ്യണം പെട്ടെന്നായിട്ട്. ആ ഒരു സമയത്തേക്ക് നമുക്കൊരു പെട്ടെന്നൊരു ബൂസ്റ്റ് ഒരു കിട്ടുവാണ്. വണ്ടി വളരെ പവർഫുള്ളാണ്. അപ്പോൾ അത് നമുക്ക് ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇച്ചിരി ഫാസ്റ്റായിട്ട് കയറി പോകേണ്ടപ്പോൾ യൂസ് ചെയ്യാം. അപ്പോൾ ഓവറോള് രണ്ട് വണ്ടി, അതായത് BE6ഉം 90യും രണ്ടും ഡ്രൈവ് ചെയ്തു. ഇപ്പോൾ രണ്ടും ഓടിക്കുമ്പോൾ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീലാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒരു സ്പോർട്ടി ഫീലിലും പിന്നെ കുറച്ചുകൂടി ഒതുക്കമുണ്ട് വണ്ടിക്ക്. പക്ഷേ 90ലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി വലിയ വണ്ടിയാണ്. അതേപോലെ തന്നെ ലാർജ് സ്പേസ്, ഒരു ഇൻറ്റീരിയർ സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം രണ്ടും ഓടിക്കുന്ന സ്റ്റൈല് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ മസ്റ്റായിട്ട് അതുകൊണ്ടാണ് ഞാൻ ടെസ്റ്റ് എടുക്കുക എന്നുള്ള രീതിക്ക് തന്നെ പറയുന്നത്. ടെസ്റ്റ് എടുത്തിട്ട് തന്നെ നിങ്ങൾ ഇതിൽ ഏത് വണ്ടിയാണെന്ന് ചൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ എനിക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ ഇഷ്ടപ്പെടാനൊരു മറ്റൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള ബാറ്ററി പാക്ക് വാറണ്ടി കിട്ടുന്നുണ്ട്. അതായത് ലൈഫ് ടൈം വാറണ്ടിയാണ് മഹീന്ദ്ര ഓഫർ ചെയ്യുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പേടിക്കുന്ന ഒരു കാര്യമാണ് ബാറ്ററി സെൽസ് റീപ്ലേസ്മെൻറ്റ് കാര്യം. അപ്പോൾ അതിൻ്റെ കാര്യം ഇനി പേടിക്കുകയും വേണ്ട. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 175 കിലോവാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 0 to 80% ആവാൻ വേണ്ടി വെറും 20 മിനിറ്റ് മാത്രം മതി. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും കൂടിയാണ് ഈ ഒരു വെഹിക്കിൾ വന്നിട്ടുള്ളത്. പിന്നെ എന്തായാലും നമുക്ക് റിയർ സൈഡിലെ സ്പേസിൻ്റെ കാര്യങ്ങൾ നോക്കാം. റിയർ സൈഡിലെ കാര്യം നോക്കുമ്പോഴത്തേക്കും എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി അത്യാവശ്യം ഹൈറ്റിലുള്ളൊരു വെഹിക്കിളാണ്. അതേപോലെ തന്നെ ഓവറോൾ ഒരു കൂപ്പേ ഡിസൈനിലുമാണ് ഉള്ളത് അല്ലേ. അപ്പം ഈ ഒരു ഭാഗങ്ങൾ കുറച്ച് കേർവ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പം നമ്മൾ BE6ൻ്റെ കാര്യം പറയണേ, XCV 9ലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ സ്പേസ് കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റിയർ സൈഡിലേക്ക് കയറുമ്പോഴത്തേക്കും അത്ര ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ ഒരു കാറിലേക്ക് റിയർ സൈഡിലേക്ക് കയറുമ്പോൾ നമ്മളൊന്ന് എക്സ്ട്രാ ഒരു കെയറിൽ വേണം. നമ്മൾ ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്തിട്ട് വേണം കയറാൻ വേണ്ടി. കാരണം
ഇവിടെ ഇത്തിരി ആ ഒരു ഹൈറ്റ് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇവിടെ കുറച്ച് കേർഡുമാണ്, അപ്പോൾ തല ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. റേസറിലേക്ക് വരുമ്പോഴത്തേക്കും അത്യാവശ്യം ഹൈറ്റിലിരിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. അപ്പം ഇവിടെ ഈ ഒരു ഭാഗങ്ങൾ ഇത്തിരി താന്നിട്ടുള്ളൊരു ഫീലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളൊക്കെ പേഴ്സണലി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുന്ന അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ ഇരുന്നപ്പോഴാണ് കറക്റ്റ് ഈ ഒരു സീറ്റിൻ്റെ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് കേട്ടോ. ഈ ഒരു ഹെഡ് റെസ്റ്റ് നോക്കി, ഹെഡ് റെസ്റ്റ് ഓൾസോ നമ്മുടെ കോക്പിറ്റിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഡിസൈനാണ് ഫ്രണ്ടിൽ രണ്ടും വരുന്നത് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി റിയർ സൈഡ്. അതേപോലെ തന്നെ കുറച്ച് സീറ്റ് പോക്കറ്റ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. അപ്പോൾ സ്പേസ് കാര്യം നോക്കുവാണെങ്കിൽ അത്യാവശ്യം ഒരു അഡൽറ്റിന് കംഫർട്ടബിൾ ആണ്. അത്യാവശ്യം ഹെഡ് സ്പേസും അത്യാവശ്യം ലെഗ് സ്പേസും ഉണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തൊട്ടടുത്ത് നമ്മൾ XCV90 വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറുമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും മനസ്സിലാവും എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്ന്. ഇപ്പം ഇതൊരു ഷോർട്ട് കാറാണ്, സോ അതനുസരിച്ചുള്ള സ്പേസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു ഹാൻഡ് സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ സെയിം കണ്ട പോലത്തെ സെയിം സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ കണ്ട സെയിം സ്റ്റിച്ചിങ്ങും ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ടും വരുന്നത്. റേസയിലായിട്ട് AC വെൻസ് കാണാം. AC വെൻസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കി, ഡിസൈൻ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ കുറച്ച് പോക്കറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ഈ ഒരു ഭാഗങ്ങളൊന്നും നോക്കി, അതായത് നമ്മുടെ ആ ഒരു സൺറൂഫിൻ്റെ ആ ഒരു ഓപ്പണിങ്, അതേപോലെ തന്നെ ഹസാൻ്റെ സ്വിച്ചസ് തുടങ്ങിയിട്ട് കുറേ കാര്യങ്ങൾ സ്വിച്ചസ് മോളിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ആ ഒരു കോക്പിറ്റിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. വളരെ നല്ലൊരു ഡിസൈനാണ് ശരിക്കും മഹീന്ദ്ര ഈ ഒരു വെഹിക്കിൾ. അതായത് പ്രത്യേകിച്ച് ഈ ഒരു BS6 കുറച്ചുകൂടെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഡിസൈനാണ് വന്നിട്ടുള്ളത്. അതേപോലെ ജസ്റ്റ് ഈ ഒരു ഗ്ലാസിൻ്റെ പോർഷൻ നോക്കി, വളരെ ചെറിയൊരു ഗ്ലാസ് ഏരിയ ആണ് കേട്ടോ. അതായത് ഈ ഇത്രയും ഒരു ഹൈറ്റിലേക്കാണ് ഈ ഒരു ഡോറിൻ്റെ പാഡ്സ് വരുന്നത്. ഗ്ലാസിൻ്റെ ഭാഗങ്ങൾ ഇത്രേ വരുന്നുള്ളൂ. ഇനി നമുക്ക് BS6 റിയർ സൈഡ് ഒന്ന് നോക്കാം അല്ലേ. നോക്കിയേ എന്താ ഭംഗിന്ന്, വളരെ യുണീക്ക് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ ഈ ഒരു ടെയിൽ ലാമ്പ് ഒക്കെ ആണെങ്കിൽ ഒരു C ഷേപ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള LED ടെയിൽ ലാംപ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാണാം. ഒരു സ്പോട്ടി സ്പോയിലർ എന്ന് തന്നെ വേണേൽ പറയാം. പുതിയ ഡിസൈൻ കാണാം. ഡിഫോക്കസ് ഉണ്ട്, വൈപ്പർ ഇല്ല. സ്കിഡ് പ്ലേറ്റ് ഒക്കെ നോക്കിയേ, ഒരു സ്പോട്ടി കാറിന് വേണ്ട രീതിയിലുള്ള ഒരു സ്കിഡ് പ്ലേറ്റ് ഒരു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സെൻസേഴ്സ് ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. BS6 ആ ഒരു നെയിം ഇവിടെ പഞ്ച് ചെയ്തിട്ടുണ്ട്. മഹീന്ദ്രയുടെ ഇൻഫിനിറ്റി ലോഗോ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. ജസ്റ്റ് ഇനി ബൂട്ട് സ്പേസ് നോക്കാം. ബൂട്ട് സ്പേസ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 455 ലിറ്ററോളാണ് ബൂട്ട് സ്പേസ് വരുന്നത് കേട്ടോ. അത്യാവശ്യം ബൂട്ട് സ്പേസ് ഉണ്ട്, കാരണം ഇതൊരു ഷോർട്ട് വീൽ ബേസ് കാറാണല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്പേസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വെഹിക്കിളിന് റിയർ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒരു ചെറിയ ലൈറ്റ്, കുറച്ച് ഹുക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. 60-40 സ്പിൽ സീറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാം. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് 2-3 രീതിയിൽ ബൂട്ട് ഓപ്പൺ ചെയ്യാം. അത് ഞാൻ നെക്സ്റ്റ് മോഡൽ കാണിക്കുമ്പോഴത്തേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. പിന്നെ ജസ്റ്റ് ഒരു 1 പ്രസ്സിൽ ഡോറ് ക്ലോസ് ആവുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ റിയർ സൈഡ് ഇഷ്ടപ്പെട്ടോ? എന്താ അഭിപ്രായം എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ഓരോ കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെടുന്ന പേഴ്സണൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ആഡ് ഓൺ ചെയ്ത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ആഡ് ഓൺ ചെയ്ത് കമൻറ്റിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു BS6 പ്രൈസിങ് വരുന്നത് വെച്ചാൽ 18,90,000 തൊട്ട് 26,90,000 രൂപ വരെയുള്ള പ്രൈസിങ്ങിലാണ് പല വേരിയൻസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പം ഒരു ഓൺ റോഡ് പ്രൈസിലേക്ക് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ടോപ്പ് എൻഡ് ഒക്കെ 30 ലക്ഷം അടുത്ത് ആ ഒരു റേറ്റിലേക്കായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക. പിന്നെ എക്സ്ട്രാ നമുക്ക് ചാർജർ 2 ടൈപ്പ് ഉണ്ടെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് എക്സ്ട്രാ വാങ്ങാൻ വേണ്ടി പറ്റുന്നതാണ്. അതായത് 10 മണിക്കൂർ കൊണ്ടും 8 മണിക്കൂർ കൊണ്ടും ഒക്കെ ഫുൾ ചാർജ് ആവുന്ന ടൈപ്പ് ഓഫ് ചാർജേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് മെറിഡിയൻ മോട്ടോർ നമ്പർ ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് XCV90 ഒന്ന് നോക്കിയാലോ. അടുത്തത് ഇത് XCV90 കൂടെ ഉണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി മീഡിയ ഡ്രൈവ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരുപാട് രീതിയിൽ ഡ്രിഫ്റ്റ് ചെയ്ത് പല ടെസ്റ്റുകളൊക്കെ നടത്തുന്ന സമയത്ത് ഈ ഒരു വാഹനത്തെയും കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ BS6 ആയിട്ട് നോക്കുമ്പോഴത്തേക്കും ഒന്ന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും BS6 കുറച്ചുകൂടെ ഒരു സ്പോർട്ടി കാറാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ഒരു ലക്ഷറിയസ് കാറാണ്. കുറച്ചുകൂടെ ഇൻസൈഡ് സ്പേസ് കാര്യങ്ങൾ കുറച്ചുകൂടെ നല്ല കൂടുതലുണ്ട്. പിന്നെ സ്റ്റോറേജ് സ്പേസ് ആണെങ്കിലും കൂടുതലാണ്. പിന്നെ വണ്ടീൻ്റെ വലിപ്പം നമ്മൾ BS6 വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വലുതാണ്. ഇപ്പം ഓവറോൾ ഞാനിപ്പോൾ അടുത്തേക്കുമ്പോൾ തന്നെ കണ്ടു, വണ്ടി നല്ല സൈസാണ്. പിന്നെ കയറിയിരുന്ന് അകത്തിരുന്ന് ഓടിക്കുമ്പോഴും നമുക്ക് ആ ഒരു ഫീൽ, വലിയൊരു വണ്ടി ഓടിക്കുന്ന ഒരു ഫീലിൽ തന്നെയാണ് ഈ ഒരു വാഹനം കൊണ്ടു നടക്കുമ്പോൾ എല്ലാം ഫീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ വീൽ ബേസ് നോക്കുവാണെങ്കിൽ BS6 ആയിട്ട് വരുമ്പോഴത്തേക്കും സെയിം വീൽ ബേസ് ആണ്, പക്ഷേ ഹൈറ്റിലും ലെങ്തിലും എല്ലാം വ്യത്യാസങ്ങളുണ്ട്. പിന്നെ അതേപോലെ മറ്റു കാര്യങ്ങൾ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ലുക്ക് വൈസ് ആണ് ശരിക്കും പ്രധാന ഒരു മാറ്റം. ഇതൊരു കുറച്ചുകൂടി ഒരു ഫ്രണ്ട് കാണുമ്പം വളരെ ഒതുക്കമുള്ളൊരു ഡിസൈനാണ്. BS6 കുറച്ചുകൂടി ഒരു സ്പോർട്ടി ഫീലാണ്. പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ചുകൂടെ സ്പോർട്ടി കളർ ഓപ്ഷൻസും അവൈലബിൾ ആയിരുന്നു. പക്ഷെ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ഒതുക്കമുള്ള കുറച്ച് കളേഴ്സ്, ഇപ്പോൾ ഈ റെഡ് ആണ് ഉള്ളത് കുറച്ചുകൂടി ഒരു സ്പോർട്ടി ഫീൽ കിട്ടുന്നത്. 6 കളർ ഓപ്ഷൻസിലാണ് നമുക്ക് ഈ ഒരു XCV90 കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ലുക്ക് നമുക്കൊന്ന് നോക്കാം. ലുക്കിലേക്ക് വരുമ്പോഴത്തേക്കും B6 ആയിട്ട് നോക്കുമ്പോഴത്തേക്കും ഉള്ള മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു DRL വ്യത്യാസമാണ് കേട്ടോ. ഇത് എല്ല് തലയും തിരിച്ചിട്ടൊരു ടൈപ്പ് ഓഫ് ഇവിടെ DRL കാണാം. അതും ഒരു കണക്റ്റഡ് DRL ആണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ മെയിനായിട്ട് പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ആ ഒരു ഇൻഫിനിറ്റി ലോഗോ ഈ ഒരു ഭാഗത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്.
പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് ഈ ഒരു ഗ്രില്ലിൻ്റെ ഭാഗം എന്ന് പറയാൻ അങ്ങനെ ഒരു പ്രത്യേക ഭാഗങ്ങളൊന്നുമില്ല, വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു സർക്കിളാണ് കാണുന്നത്. പിന്നെ കുറച്ചൊരു എയർ ഇൻടേക്കിനുള്ള സ്പേസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. സെൻസേഴ്സ് ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് യൂണിറ്റ് നോക്കുമ്പോഴത്തേക്കും ഒരു മുകളിലായിട്ടൊരു പ്രൊജക്ടർ ഹെഡ്ലാംപ്സും പിന്നെ തൊട്ട് താഴെയായിട്ടൊരു 3 ക്രിസ്റ്റൽ ക്യൂബ് ആ ഒരു ഷേപ്പിലുള്ള ലൈറ്റ്സ് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. അപ്പം മെയിൻ ആയിട്ടുള്ളൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ആ ഒരു ഫ്രണ്ട് അഗ്രസീവ് ആയിട്ടുള്ളൊരു ഫീൽ അല്ല ഈ ഒരു കാറിനെ ഫസ്റ്റ് ഫേസ് നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒതുക്കമുള്ളൊരു എന്താ പറയുക ആ ഒരു ഫീലിനാണ് കിട്ടുക കേട്ടോ. അതുപോലെ ഈ ഒരു വെഹിക്കിളിൻ്റെ ഫ്രണ്ടിലെ സ്റ്റോറേജ് സ്പേസ് ഒന്ന് കണ്ടു, ട്രങ്ക് സ്പേസ് നോക്കി, വളരെ ലാർജ് ഒരു സ്പേസ് ഉണ്ട്. 150 ലിറ്ററോളം ആണ് ഈ ഒരു ഏരിയ വരുന്നത് കേട്ടോ. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ക്യാരി ചെയ്യാൻ വേണ്ടിയുള്ളൊരു വലിയൊരു സ്പേസ് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് മാക്സിമം ലോഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 60 കിലോ ആണ് കേട്ടോ. ഇത്ര കിലോ വരെ കപ്പാസിറ്റി ഇവിടെ പറ്റത്തുള്ളൂ. അതുപോലെ ഉള്ളിലേക്ക് നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു സ്പേസ് ഇവിടെ ആഡ് ഓൺ ആയി കൊടുത്തിട്ടുണ്ട്. അതായത് മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്പേസും അല്ലെങ്കിൽ ഓവറോൾ ഡിസൈനും വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ നമ്മളിത് തുറക്കുന്ന സമയത്ത് ഓപ്പൺ ചെയ്യുന്നത് സിംഗിൾ ഓപ്പൺ അല്ല, 2 വട്ടം നമ്മൾ അകത്തുനിന്ന് ലിവർ വലിക്കണം, എങ്കിൽ മാത്രമേ ഇത് ഓപ്പൺ ആകത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് സൈഡ് പ്രൊഫൈൽ നോക്കാം. സൈഡ് പ്രൊഫൈൽ വരുമ്പോഴത്തേക്കും ആദ്യം ചുറ്റും തന്നെ ഇതിന് 360 ഡിഗ്രി ക്യാമറയുടെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഓവറോൾ ഇതിൻ്റെ ഒരു ലെങ്ത് കണ്ടോ, അത്യാവശ്യം നല്ല ലെങ്തും കാര്യങ്ങളാണ്. ഇൻറ്റീരിയർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇത് സ്പേഷ്യസ് ആണ് എന്നുള്ളത്. പിന്നെ ഫസ്റ്റ് നമുക്ക് ടയർ പ്രൊഫൈൽ നോക്കുമ്പോൾ 19 ഇഞ്ച് പ്രൊഫൈലാണ് വരുന്നത്. നമുക്ക് 20 ആയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി ഓപ്ഷൻസ് മഹേന്ദ്ര പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ ആലോചിച്ച് നോക്കി, ശരിക്കും 20 ഒക്കെ ഒന്ന് വീൽസ് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വണ്ടിയുടെ ആ ഒരു മാസ് ലുക്ക് എന്ന് പറയുമ്പോൾ ഒരു ഗംഭീര ലുക്കിലായിരിക്കും അല്ലേ. അപ്പോൾ അതൊരു ഓപ്ഷൻ എന്തായാലും കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്കിത് ഇവിടെ ORVMൽ തന്നെ ക്യാമറാസ് കാര്യങ്ങളുണ്ട്. പിന്നെ സെയിം തന്നെ ഇൻഗ്ലോ ഇലക്ട്രിക് ഒറിജിൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി പാക്കൊക്കെ വളരെ സെക്യൂർ ആയിട്ട്, ഞാൻ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്, സെക്യൂർ ആയിട്ടാണ് ഈ ഒരു വെഹിക്കിളിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുമ്പോഴത്തേക്കും 207 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ക്ലിയറൻസ് ആണ്, കാരണം ബാറ്ററി പാക്ക് കുറച്ച് ഉയരത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്. അതിന് പ്രൊട്ടക്ഷനോടെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു ക്ലിയറൻസോളം കിട്ടുന്നത്. ഇപ്പോൾ നമുക്കൊരു അത്യാവശ്യം ചെറിയൊരു ഫൺ ഓഫ് റോഡൊക്കെ ചെയ്യണമെങ്കിലും വളരെ സേഫ് ആൻഡ് സെക്യൂർ ആണ് ഈ ഒരു വെഹിക്കിൾ. സോ ഇനിയിപ്പോൾ നമുക്ക് റിയർ സൈഡ് നോക്കുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട മാറ്റം ഈ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റിലുള്ള വ്യത്യാസവും അല്ലെങ്കിൽ കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ശ്രദ്ധിച്ചൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ നമുക്കൊരു കൂപ്പേ ഡിസൈനുള്ള കാർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്ലോപ്പ് നന്നായിട്ട് വരുന്നതുകൊണ്ട് തന്നെ വൈപ്പർ ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല കേട്ടോ. 2 കാറിലും ഡിഫോക്കസ് ഉണ്ട്, പിന്നെ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ റിയർ സൈഡിൽ നോക്കുമ്പോഴത്തേക്കും അറിയാൻ നോക്കി അത്യാവശ്യം നല്ലൊരു ഹൈറ്റിലാണ് വെഹിക്കിൾ അല്ലേ. റിയർ സൈഡ് അത്യാവശ്യം പൊങ്ങി, വണ്ടി ഓൾറെഡി ബാറ്ററി പാക്ക് കൂടെ കയറുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് ഹൈറ്റിലൂടെയാണ്. എന്ന് പറഞ്ഞിട്ട് വണ്ടിയുടെ സ്റ്റെബിലിറ്റി സൈഡോ കാര്യങ്ങളൊന്നും അത്ര ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. വളരെ സസ്പെൻഷൻ സെറ്റപ്പോ അല്ലെങ്കിൽ ഓവറോൾ വണ്ടിയുടെ ഹാൻഡ്ലിംഗ് എല്ലാം വളരെ നൈസാണ്. സോ ഇതിൻ്റെ ബൂട്ട് ഓപ്പണിംഗ് വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ 3 രീതിയിൽ ഓപ്പൺ ചെയ്യാം കേട്ടോ. ഒന്ന് കീ വെച്ചിട്ട് നമുക്ക് അൺലോക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ ഒരു ബട്ടൺ നോർമൽ കാസ് പോലെ ആ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അതേപോലെ നമുക്ക് ജസ്റ്റ് അതർ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ലെഗ് വെച്ചിട്ട് ഒരു ജസ്റ്റർ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ പ്രീമിയം കാസിലൊക്കെ കാണുന്ന രീതിയിലുള്ള ആ ഒരു ഓപ്ഷനാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഷോപ്പിംഗ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ആണെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്പേസ് വരുന്നത്. നോക്കി, ഒരു 663 ലിറ്ററോളമുള്ള സ്പേസ് വരുന്നത്. വളരെ ലാർജ് ഒരു സ്പേസ് ഒരു ഏരിയ ആണ് കേട്ടോ. ഒരുപാട് സാധനങ്ങൾ നമുക്ക് ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഈ ഒരു ടോണർ കവർ ഉണ്ടോ, ഇത് നമുക്ക് കുറച്ചുകൂടി നമ്മൾ പ്രീമിയം സെഗ്മെന്റിലുള്ള കാറുകൾ കണ്ടാണ്. അത് നമുക്ക് റിമൂവ് ചെയ്തിട്ട് വേണമെങ്കിൽ സേഫായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി ഇവിടെ ഒരു സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കണ്ടല്ലോ. അപ്പം അത്യാവശ്യം നല്ല ലാർജ് സ്പേസ് ആണ്. 60-40 സ്പ്ലിറ്റ് സീറ്റ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓവറോൾ എങ്ങനെയുണ്ട്? നല്ല ഓവറോൾ സ്പേസസ് ആയിട്ടുള്ളൊരു കാറല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസിൽ ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു ബോർഡിനുള്ളിൽ കുറച്ച് കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് കേട്ടോ. അതായത് നോക്കിയാൽ 4 ഹുക്സ് 4 സൈഡിലായിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ നമുക്കൊന്ന് ലോക്ക് ചെയ്ത് ഒന്ന് കെട്ടി വെക്കണമെങ്കിലൊക്കെ ഒരു 4 ഹുക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് കണ്ടോ, 2 സൈഡിലായിട്ടും 2 പുൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു 40-60 സ്പ്ലിറ്റ് സീറ്റ് ഉണ്ടല്ലോ, അത് ഫോൾഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇത് കണ്ടോ 2 സൈഡ് നമ്മൾ ഒന്ന് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഫോൾഡ് ആവുന്നുണ്ട്. നോക്കിയാൽ ലാർജ് സ്പേസ് അല്ലേ കിട്ടുന്നത്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഭാഗം കൂടെ റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് സാധനങ്ങൾ ക്യാരി ചെയ്യാൻ വേണ്ടി ഒരു സ്പേസ് ഉണ്ട്. പിന്നെ റിയർ സൈഡ് തന്നെ സെർച്ച് കാര്യം വെച്ച് കഴിഞ്ഞാൽ ചാർജർ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു LED ലൈറ്റ് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. അപ്പോൾ ഓവറോൾ എങ്ങനെയുണ്ട്? വളരെ ലാർജ് ഒരു സ്പേസ് അല്ലേ, ഒരുപാട് ഇഷ്ടമായി റിയർ സൈഡ്. അപ്പോൾ നമുക്കൊരു ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് കുറച്ചുകൂടെ ഈ ഒരു സ്പേസ് ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. മെയിനായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചാർജിങ് ഏരിയയും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്തായിട്ട് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജിങ് ആ ഒരു ഭാഗം നമുക്ക് കാണാം. ഇവിടെ എത്രത്തോളം ചാർജ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. സോ കണ്ടല്ലോ. ഇനി നമുക്ക് XUV90 ഇൻസൈഡ് ഒന്ന് നോക്കാം. ഞാൻ കുറച്ച് ദൂരം ഓടിച്ചിട്ടാണ് വന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അകത്തിരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഹൈറ്റിലിരിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. വണ്ടി നമുക്ക് അത്യാവശ്യം ഒരു സൈസ് പുറത്തുനിന്ന് കാണുമ്പോഴത്തേക്കും അത്ര വലിയ വെഹിക്കിളാണെന്നുള്ളൊരു ഫീൽ പെട്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഉള്ളിലേക്ക് കയറി ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം വലിയൊരു വെഹിക്കിൾ ഓടിക്കുന്ന അതേ ഒരു ഫീൽ തന്നെയാണ് കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് BE6 ആയിട്ട് നോക്കുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട മാറ്റം നിങ്ങൾക്കെല്ലാം ഇപ്പോൾ കാണുമ്പോൾ അറിയാം, കുറച്ചുകൂടി ഒരു സ്പോർട്ടി ഫീലിലാണ് ഇൻസൈഡ് വന്നിട്ടുള്ളത് BE6ൻ്റെ അല്ല. ഇത് കുറച്ചുകൂടി ഒരു ലക്ഷറി ആയിട്ടുള്ള ഒരു ഇൻസൈഡാണ്. ഇപ്പോൾ സീറ്റിംഗ് നോക്കിയാലും അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഓവറോൾ കളർ കോംബോ നോക്കിയാലും ആ ഒരു ഫീലിലാണ്, ആ ഒരു സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒരു പ്രീമിയം കാറിൻ്റെ ഇൻസൈഡിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ പ്രൈസിംഗ് കൂടെ ഒന്ന് പറയാം. പ്രൈസിംഗ് വരുന്നത് വെച്ചാൽ 21,90,000 ടു 30,50,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഡിഫറെൻറ്റ് മോഡൽസ് അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ തന്നെ ഓൾറെഡി 3.3 കിലോവാട്ടിൻ്റെ നമുക്കൊരു ചാർജർ കിട്ടും. പക്ഷെ അതിലും കുറച്ചുകൂടെ ഒരു ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 11.2ൻ്റെ ഒരു ചാർജർ ഉണ്ട്. അതേപോലെ തന്നെ 7.2ൻ്റെ ചാർജറുണ്ട്. അത് നമുക്ക് ഈ ഒരു വെഹിക്കിളിന് കൂടി ഇതിൽ ഏതെങ്കിലും ഒരു ചാർജർ നമ്മൾ ഓപ്ഷണലായിട്ട് വാങ്ങിയേ പറ്റുള്ളൂ കേട്ടോ. അപ്പം അതിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്കും 11.2ൻ്റെ 75,000ഉം 7.2ൻ്റെ 50,000 റേറ്റ് വരുന്നത്. അടുത്ത നമുക്ക് ഈ ഒരു ഭാഗത്തെ നമ്മുടെ ഈ ഒരു വലിയൊരു ഡിസ്പ്ലേ പാനൽ നോക്കി. അതായത് 12.3 ഇഞ്ചിൻ്റെ 3 ഡിസ്പ്ലേ പാനലുകളാണ് കാണുന്നത്. അപ്പോൾ ഒന്ന് നമുക്കറിയാം ക്ലസ്റ്റർ ഭാഗം. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടും നമുക്ക് ടച്ച് സ്ക്രീൻ വർക്ക് ചെയ്യുന്ന നമ്മുടെ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറിൻ്റെ ആ ഒരു ഹൈ പെർഫോമൻസ് കിട്ടുന്ന രീതിയിലുള്ള ആ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കേട്ടോ. അപ്പോൾ അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാമല്ലോ പല വാഹനങ്ങളിലും സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ്, ഇപ്പോൾ ഇതിലും സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് റണ്ണിങ്ങിൽ എന്തെങ്കിലും യൂട്യൂബോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആപ്ലിക്കേഷൻസ് പ്ലേ ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ വർക്ക് ആവില്ല. അതേസമയം നമുക്ക് ഇവിടെ കോ ഡ്രൈവർക്ക് നമുക്ക് ഗെയിമിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് പ്ലേ ആണെങ്കിൽ അല്ലെങ്കിൽ വർക്കിനൊക്കെ ആണെങ്കിൽ സൂം മീറ്റിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഡിസ്പ്ലേ പാനൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ പ്രത്യേകിച്ച് ഈ ഒരു ക്യാമറ ഒക്കെ ഉള്ളതുകൊണ്ട് വളരെയധികം യൂസ്ഫുൾ ആണ്. അതും നല്ല ഹൈ ക്വാളിറ്റി ക്യാമറസ് ആണ് ഓവറോൾ ഈ ഒരു വെഹിക്കിളിൽ കൊടുത്തിട്ടുള്ളത്. അതേപോലെ BS6 ആയിട്ട് നോക്കുമ്പോഴത്തേക്കുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റിയറിംഗ് വീൽ. മറ്റേത് കുറച്ചുകൂടെ ഒതുക്കമുള്ളൊരു ഡീക്കറ്റ് സ്റ്റിയറിംഗ് വീലാണ്. പിന്നെ ഇതിലെ ഇൻസെർഷൻസും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്, സ്വിച്ചസ് വ്യത്യാസമുണ്ട്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോക്പിറ്റിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു ഫീലാണ് അതിലെങ്കിൽ ഇതിൽ കുറച്ചുകൂടി ഒരു ലക്ഷറി കാറിൻ്റെ ഇരിക്കുന്ന ഒരു ഫീൽ തന്നെയാണ് കേട്ടോ. ശരിക്കും ഇതൊരു ലക്ഷറി കാർ തന്നെയാണ്. പിന്നെ നമുക്ക് പാഡി ഷിഫ്റ്റേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വളരെ നീറ്റായിട്ടുള്ള ഇൻസെർഷൻ കാര്യങ്ങളൊക്കെ ഇവിടെയായിട്ട് കാണാം. പിന്നെ ഓവറോൾ കളർ കോംബോ നോക്കുമ്പോഴത്തേക്ക് ഒരു ബ്ലാക്ക് ആൻഡ് ഒരു ലൈറ്റ് ഗ്രീൻ ഒരു ഇൻസെർഷൻ പ്ലസ് നല്ല നീറ്റ് സ്റ്റിച്ചിങ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ ഒരു ഗിയർ ഷിഫ്റ്റിൻ്റെ ഭാഗങ്ങൾ നോക്കിയാലും കണ്ടോ ആ ഒരു ക്ലാസി സ്റ്റിച്ചിങ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഷിഫ്റ്റ് ചെയ്യാനും വളരെ സിമ്പിളാണ് കേട്ടോ. ബാക്കി കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ BS6 ഓൾറെഡി കണ്ടാണ്. പിന്നെ മെയിൻ ഒരു മാറ്റം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വയർലെസ് ചാർജർ ഈ ഒരു ഭാഗത്തായിട്ട് 2 എണ്ണം കാണാം. അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഫ്രണ്ടിലേ നോക്കുമ്പോഴത്തേക്കും. ഇനിയിപ്പോൾ നമുക്ക് സെക്കൻഡ് റോ ഒന്ന് നോക്കാം. സെക്കൻഡ് റോ ഇതിൻ്റെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കാരണം BS6-നേക്കാളും നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ലാർജ് സ്പേസ് ഉണ്ട്, കുറച്ചുകൂടെ ഇൻസൈഡ് കുറച്ചുകൂടെ ലക്ഷറിയാണ്, കുറച്ചുകൂടെ ഒരു പ്രീമിയം ഫീലാണ് ഇൻസൈഡ്. അപ്പോൾ കുറച്ചുകൂടി ഒരു ഫാമിലിക്കൊക്കെ ആപ്റ്റ് ആയിട്ടുള്ളവർക്ക് എനിക്ക് തോന്നുന്നു ഈ വണ്ടിയായിരിക്കും കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുക. കാരണം നല്ല ലെഗ് റൂം സ്പേസും അതേപോലെ തന്നെ ഹെഡ് റൂം സ്പേസും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ 3 പേർക്ക് റേസയിൽ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഹെഡ് റെസ്റ്റ് സപ്പോർട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, ഹാൻഡ് റെസ്റ്റ് സപ്പോർട്ട് വരുന്നുണ്ട്. ഇനി ഇൻറ്റീരിയർ ഈ പറഞ്ഞ പോലെ ഒരു വൈറ്റും ബ്ലാക്ക് സൈഡിലായിട്ട് കാണാം കൂടിയിട്ടുള്ളൊരു കോംബോ ആണ്. റേസലായിട്ട് AC വെൻസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് 2 സൈഡിലും 65 വോൾട്ടിൻ്റെ ചാർജർ കണക്ട് ചെയ്യാൻ വേണ്ടി കേബിൾ കണക്ട് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഐപാഡ് പോലെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ ആക്സറീസ് ആഡ് ചെയ്തിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റിയർ സൈഡിൽ കുറേ അധികം ഫീച്ചേഴ്സ് ആയിട്ടാണ്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ഈ ഒരു കോർണറിൻ്റെ സീറ്റിൻ്റെ ബാക്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് റിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഫ്രണ്ടിലെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഓപ്ഷൻ എന്തായാലും കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വേണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതെനിക്ക് തോന്നുന്നു വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഓൾവേസ് നമ്മളൊക്കെ ട്രിപ്പ് പോകുമ്പോഴത്തേക്കും ഭയങ്കര പാടാണ് ഒന്ന് കയറ്റിയിടാൻ പറയുമ്പോഴത്തേക്കും. അപ്പം ഓട്ടോമാറ്റിക്കലി റിയലിരിക്കുന്ന ആളുകൾക്ക് തന്നെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഓപ്ഷൻ കൊള്ളാം അല്ലേ. പിന്നെ ഈ ഒരു ഭാഗത്ത് ടണൽ ഹൈറ്റ്, അതായത് ഈ ഒരു ഭാഗം ഫ്ലാറ്റ് ആണ് കേട്ടോ. അപ്പം ഈ ഒരു സെൻറ്ററിൽ ഇരിക്കുന്ന ആൾക്കും വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയുള്ളൊരു സ്പേസ് ഉണ്ട്, ലെഗൊക്കെ സ്മൂത്ത് ആയിട്ട് വെക്കാൻ വേണ്ടിയുള്ളൊരു ഓപ്ഷൻ എന്തായാലും ഉണ്ട്. അപ്പം ഓവറോൾ ഇന്റീരിയർ നൈസ് ആയിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ BS6ഉം XCV90യും കണ്ടു. അതിൽ BS6 ആണ് കൂടുതലും ഡീറ്റെയിൽ ആയിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി അല്ലെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അവസരം കിട്ടിയത്. XCV90 കുറച്ച് ടൈമിലേക്ക് മാത്രമേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് ഒരുപാട് ദൂരത്തേക്കൊന്നും ഡ്രൈവ് എക്സ്പീരിയൻസിനുള്ള ടൈം കിട്ടിയില്ല. അതിൻ്റെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ആഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ എല്ലാവരും ചോദിച്ചൊരു കാര്യമായിരുന്നു BS6 ആണോ XCV90 ആണോ നല്ലതെന്നുള്ളത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും 2 കാറ്റഗറി ഒരു ഫീലാണ്. അതായത് കുറച്ചുകൂടെ യങ്സ്റ്റേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറച്ചുകൂടി ഒരു സ്പോർട്ടി ഫീലിലുള്ള ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് ആണ്. അല്ലെങ്കിൽ ആ ഒരു സീറ്റിംഗ് പൊസിഷനും കാര്യങ്ങളും ഒക്കെ കുറച്ചുകൂടി ഒരു സ്പോർട്ടി ഫീലിൽ ഒരു ഇൻസൈഡ് ഒരു ജെറ്റിൻ്റെ അകത്തൊക്കെ ഇരിക്കുന്ന ഒരു ഫീൽഡിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പറ്റും BS6-ൽ. അതേപോലെ XCV90 ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ക്ലാസ് ഫീൽ, ഒരു ലക്ഷറി ഫീലിൽ കൊണ്ടു നടക്കാൻ കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ ആണ്. അപ്പോൾ രണ്ടും ഓടിക്കാൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ ഈ ടൈപ്പ് ഓഫ് കാറുകളൊക്കെ ഉള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് ടെസ്റ്റ് എടുത്ത് തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടൊന്ന് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ള ലൊക്കേഷൻ ആലപ്പുഴ മാരാരി സൈഡാണ് കേട്ടോ. കാസ മാരാരി എന്ന് പറഞ്ഞിട്ടുള്ള ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ലോഞ്ചും കൂടി ഉണ്ട്. മെറിഡിയൻ മോട്ടോ മഹീന്ദ്ര ആലപ്പുഴയുടെ ഗ്രാൻഡ് ലോഞ്ച് ആലപ്പുഴ വെച്ചിട്ടാണ് നടക്കുന്നത്. അതേപോലെ നമ്മുടെ മഹീന്ദ്രയുടെ 2 പുതിയ ഇലക്ട്രിക് കാറിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞാൻ മെറിഡിയൻ മോട്ടോ മഹീന്ദ്ര ആലപ്പുഴയുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്തേക്കാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ. അതേപോലെ ടെസ്റ്റ് ഡ്രൈവ് ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.